വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സിനിമ കാണുന്നത് ചിലപ്പോൾ സിനിമയുടെ കഥ കേട്ടിട്ടോ, സിനിമയുടെ ഡയറക്ടറെ നോക്കിയിട്ടോ, അല്ലെങ്കിൽ സിനിമയുടെ തീമെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു സിനിമ കാണുന്നത്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കൊരു നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു മൂവി കണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ കാണാനുള്ള ഏറ്റവും വലിയ കാര്യം, എനിക്ക് ആ സിനിമ കാണാൻ തോന്നിച്ചത് അതിലൊരു പാട്ടാണ്. ആ പാട്ട് ഇതാണ്. मैनू विदा करो, मैनू विदा करो जी, अब विदा करो मेरे यारा, मैनू विदा करो, मैनू विदा करो जी. കൂടുതലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും. വിദാ കരോ എന്ന് പറഞ്ഞിട്ട് അമർ സിംഗ് ചംകേലി എന്ന് പറഞ്ഞൊരു മൂവിയിലൊരു സോങ്ങാണിത്. നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്ക് സാധാരണ നമ്മൾ സോങ്സ് എല്ലാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പലർക്കും പല റീസൺസാണ് പല സോങ്ങുകൾ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സോങ് എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഒരു വിട പറയൽ സോങ്ങാണിത്. ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ഉള്ളിൽ നമുക്കൊരു ഭയങ്കര ഫീല് തോന്നുന്നൊരു ഇതാണ്. അത് അർജിത് സിംഗാണ് പാടിയിരിക്കുന്നത്, എ ആർ റഹ്മാനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സോൾഫുള്ളായിട്ട് തോന്നിയ ഒരു സോങ്ങാണിത്. കുറേ കാലത്തിന് ശേഷം ഒരു ഹിന്ദി സോങ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് പറയാം. കാരണം ഇത്രയും ബ്യൂട്ടി ആയിട്ടാണ് ഈ പാട്ടിൻ്റെ ഈ പാട്ട് പോയിരിക്കുന്നത്. പ്രശസ്തനായ ഒരു പഞ്ചാബി ഗായകനും രചയിതാവും എല്ലാം ആയിരുന്നു അമർ സിംഗ് ചംകേലി എന്ന് പറഞ്ഞൊരു വ്യക്തി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പഴയ പാട്ടുകളെല്ലാം കിട്ടും. നല്ല രസമാണ്. റിയൽ ലൈഫ് സ്റ്റോറി നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ചെലിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സിനിമയുടെ ഓരോ പാർട്ടുകളും പുള്ളിക്കാരൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാംഗ്വേജ് ഒന്നും വലിയ പ്രോബ്ലം തോന്നാത്ത, ഹിന്ദിയെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്ന ഒരു മൂവിയാണ്. ഇപ്പോൾ ലെപ്പട്ട ലേഡീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ട ഒരു മൂവിയാണ് ഈ ചംകീല എന്ന് പറയുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു സോങ് ഒരു സിനിമയിലായിട്ട് എന്നെ എത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കാര്യമാണ്. കാരണം കഥയോ ഇതൊന്നും നോക്കാതെ ഞാൻ സിനിമയെ പറ്റി ഒരുപാട് പ്രാവശ്യം ഈ സിനിമ ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഇങ്ങനെ നോക്കും. സിനിമ കാണാനുള്ള ലിസ്റ്റ് ഇങ്ങനെ നോക്കാറാകുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ സിനിമ വന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഈ സിനിമ എന്താണോ ഇത് തിരികെ നോക്കാനേ തോന്നിയിട്ടില്ല. പക്ഷേ ആ സോങ് എന്നെ ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചു. വളരെ ഫേമസ് ആയിരുന്ന ഒരു പഞ്ചാബി സിംഗറാണ് പുള്ളിക്കാരൻ. 27-ാം വയസ്സിലാണ് പുള്ളിക്കാരൻ മരിക്കുന്നത്. അതുവരെ പഞ്ചാബിലുണ്ടായ തത്സമയ സ്റ്റേജ് ഷോയിലുള്ള എല്ലാം റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്. ഒത്തിരി ശത്രുക്കൾ പുള്ളിക്കാരനുണ്ടായിരുന്നു. നമ്മൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ സോങ്ങുകളിൽ കുറച്ചധികം വൾഗറായിട്ടുള്ള ലൈൻസുകൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പഞ്ചാബീസ് ഒത്തിരി ആൾക്കാർ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നതെന്ന് ഇപ്പോഴും അതൊരു അൺനോൺ കേസായിട്ട് നിൽക്കുകയാണ്. വാട്ടെവർ, നിങ്ങൾ ഈ സിനിമ കാണുക. വളരെയധികം നല്ല രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇത് കൂടുതലായിട്ട് പറയാം. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമയുണ്ട്. ഇതിൻ്റെ തമിഴ് വെർഷനുണ്ട്, ഹിന്ദി വെർഷനുണ്ട്. മാക്സിമം ഹിന്ദി വെർഷൻ കാണാൻ നോക്കുക. ഇറ്റ്സ് ആൾവേസ് ഭയങ്കര ഫീൽ ഗുഡായിട്ടുള്ളൊരു മൂവിയാണ്. എന്തായാലും കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.